എനിക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കണോ? വേണ്ടേ? ഫുള്ളായോ? ഏറ്റവും കുറച്ച് വെള്ളം കൂടി കിട്ടുമോ? ഭയങ്കര ടേസ്റ്റ്. ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഗൈസ് ഈ വെള്ളം. നമ്മൾ ചോപ്സ്റ്റിക്സിൽ വരുമ്പോ എല്ലാരും വെള്ളം കുടിക്കാം. ഇന്നിവിടെ ഒരു ചാലഞ്ച് നടക്കാൻ പോവാ. എന്നാ നീ ഹാഫ് ആക്കത്. ഹലോ ഗൈസ്. ഹലോ. ഇല്ല ഇല്ല ഇല്ല, നമ്മളില്ലേ കുറച്ച് ദിവസമായി കുറച്ച് ചൈനീസ് എന്തെങ്കിലും നല്ലതായിട്ട് ട്രൈ ചെയ്തിട്ട്. എന്നുവെച്ചാൽ ചൈനീസ് യൂഷ്വൽ റെസ്റ്റോറൻറ്റ്സിൽ ചൈനീസ് കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ ആണെങ്കിൽ ചൈനീസിൽ പോയി കഴിക്കുന്ന ഒരു ടേസ്റ്റ് അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കില്ലേ. അല്ലാണ്ട് എല്ലാം മിക്സ്ഡ് ആയിട്ട് കിട്ടുന്ന സ്ഥലത്തൊന്നും നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു സാധനം നമ്മൾ കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. സോ നമ്മൾ ഒരു ചൈനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുക. കാക്കനാടുള്ള ചോപ്സ്റ്റിക്സിൽ വന്നേക്കുക. അപ്പൊ അവിടെ പോയി കഴിക്കാം. ഞാൻ കൂടുതൽ ചൈനീസ് ഫുഡൊന്നും കഴിക്കാറില്ല. പിന്നെ എനിക്കത് ഇഷ്ടമില്ല, വലിയ ഒരു ഫീൽ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നും. എന്നാലും ഇവള് കുറെ ആയിട്ട് പറയുന്നുണ്ട് ചോപ്സ്റ്റിക്സിൽ പോണെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് അങ്ങോട്ട് പോവാന്ന് ഓർത്തു. അപ്പൊ പോയിട്ട് അവിടെ പോയി എന്തേലും വാങ്ങി കഴിക്കാം. എന്തേലും മെനു ഉണ്ടോ? എനിക്ക് അങ്ങനെ ചോപ്സ്റ്റിക്സിൽ പണ്ട് കഴിച്ച ഒരു സാധനം എൻ്റെ മൈൻഡിലുണ്ട്. അത് കിട്ടുമോന്ന് അറിഞ്ഞൂടെ. എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. അതിന്റെ ഫോട്ടോ കണ്ടറിയാം. അവരെ മെനു കാർഡിൽ ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്താ എനിക്ക് അതെന്തോ മൈൻഡിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് സത്യത്തില് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ചൈനീസ് കുറച്ച് ഇഷ്ടമാണ് എനിക്ക്. നമുക്കൊന്ന് പോയി നോക്കാം. ചോപ്സ്റ്റിക്സ് പോവാം. എന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഓ ഭയങ്കര കളർഫുള്ളാണ്. ഇല്ല എവിടെ പോന്നേ? എന്താ നീ ഇവിടെ നിന്ന് കുറച്ച് വ്യൂ ഉണ്ട്. ഇതിൽ കാണുമ്പോൾ ഞങ്ങളെ തന്നെയാണ് കാണുന്നത്. ആക്ച്വലി അങ്ങനെയല്ല, പുറത്തു കൂടെ മറ്റേ റോഡിൽ കൂടെ വണ്ടി പോകുന്നത് ചുമ്മാ കണ്ടിരിക്കാം. കുറച്ചൊരു ഈവനിങ് ടൈമിലുണ്ടല്ലോ, അപ്പോൾ വരണം. അപ്പോഴാണ് ഒരു വൈബ് ഉണ്ടാവുന്നത്. ഇപ്പോൾ കുറച്ച് ഡാർക്കായില്ലേ, അപ്പോൾ ജസ്റ്റ് വണ്ടീൻ്റെ ലൈറ്റ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്താന്ന് സെലക്ട് ചെയ്തോ? അറിയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റം ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഞാനോ സൂപ്പ് വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ. തായ് പപ്പായ സാലഡ്, സോംടോം തായ് മാംഗോ സാലഡ്. ഇവിടെ വന്നിട്ട് പിന്നെയും തായ്ലൻഡ് ഫുഡ്. ഇതൊക്കെ അവിടെ പോയി കഴിച്ചിട്ട് ഭ്രാന്തായിട്ട് വന്ന സാധനമാണ് ഇതെല്ലാം. അതെ, അത് ഇതേപോലെ തന്നെ അല്ലേ അവിടെ ഉണ്ടായത്? ചുമ്മാ വെജിറ്റബിൾസും വേറെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട്. വിയറ്റ്നാമീസ് എനിക്ക് വേണ്ട. വിയറ്റ്നാമീസ് പെപ്പർ. സുഷി നവ്യക്ക് കൊടുക്കരുത്. നവ്യാണ് സുഷി ലവ്. സ്മോക്ക്ഡ് ടച്ചിങ്സ്, ഹോട്ട് അപ്പറ്റൈസർ. ക്രിസ്പി ഇവിടെ സൂപ്പില്ലല്ലോ. സൂപ്പ് ഉണ്ടല്ലോ ഇവിടെ. സൂപ്പ് സ്പൈസി കോൺ സൂപ്പ് ഉണ്ട്. ഹോട്ട് ആൻഡ് സോർ കാണുന്നില്ലല്ലോ. ഫോട്ടോ കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. രണ്ട് സെയിം മെനു അല്ലേ? മെയിൻ കോഴ്സ് റാമൻ ബിഗ് ബോൾ. നല്ലായിരുന്നോ? കുറച്ച് ക്രിസ്പി ആയിട്ട് ഒരു സാധനം കഴിക്കാനുണ്ടാവും. ഭയങ്കര സോസി ഒക്കെ ആയിട്ട്. എന്താ പേര് പറയാ? ഇതെവിടെ പോയി ഞാൻ കണ്ടുപിടിക്കുന്നു. ഇന്നിവിടെ ഒരു ചാലഞ്ച് നടക്കാൻ പോവാ. ഇവനില്ലേ സൂഷി കഴിച്ചു കഴിഞ്ഞാ. സൂഷി ഞാൻ കഴിക്കൂല, എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ, ചാലഞ്ച്. ഞാൻ ചാലഞ്ച് ഒന്നും എടുക്കുന്നില്ല. എടാ ഞാൻ ചാലഞ്ച് ഒന്ന് പറഞ്ഞോട്ടെ, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് പറയുള്ളൂ. എന്താന്നറിയോ,
ഇവൻ സൂഷി കഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഫുൾ ബില്ല് ഞാൻ കൊടുക്കും. സൂഷി കഴിച്ചില്ലെങ്കിൽ ഒരു സാധനം ഒറ്റ ഐറ്റം മാത്രം കഴിച്ചാൽ. സൂപ്പല്ലേ ഏതാ? ഹോട്ട് ആൻഡ് സോർ ചിക്കൻ 1/2. പിന്നെ മെയിൻ കോഴ്സ്. ഇതില് ഒരു ഡിഷ് എവിടത്തെയാ, ചൈനയാണോ തായാണോ, പിന്നെ എവിടത്തെയാന്ന് പറഞ്ഞ് കുറെ ഇട്ടിട്ടുണ്ട്. ഫ്ലാഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഓർഡർ ചെയ്തത് തായാണോ? തായ്ലൻഡിൽ പോയിട്ടായിരുന്നു ആ സെയിം സാധനം തന്നെ ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് ഡിഷ്. എന്തായാലും അവിടെ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലെന്നല്ല, കഴിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവിടെ 2-3 സാധനം നീ എന്നുവെച്ചാൽ സൂഷി ഓർഡർ ചെയ്തിട്ട് അതിൽ ഒരെണ്ണം ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിക്കാം. ഇഷ്ടമുള്ള എന്തും ഒരെണ്ണം കഴിക്കാൻ തുപ്പാൻ പാടില്ല. പക്ഷെ വേറൊരു കാര്യം, എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമില്ല. ഞാനിന്ന് ഇവിടെ കഴിക്കുന്നത് ഈ കഴിക്കണമെന്ന് പറഞ്ഞ് ചുമ്മാ പോവാന്ന് പറഞ്ഞ് വന്നുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നും കഴിച്ചിട്ടില്ല. ഇനി എന്ത് വേണമെങ്കിലും കഴിക്കുന്നത്. ബിയഡല്ലേ എനിക്കത് അതെങ്ങനെ കഴിക്കാൻ പറ്റും? കഴിക്കുന്നവരുണ്ടാവും, പക്ഷെ എനിക്ക് അത്ര ഒരു ഫീലില്ല. അത് ഞാൻ നോക്കാം, പക്ഷേ വേണ്ട, നമുക്ക് വേറൊരു ദിവസം ട്രൈ ചെയ്യും. അല്ല, ഞാൻ പറയുന്നത് അത് നല്ലോണം കഴിക്കുന്ന ഒരാളെ കൂടെ കൊണ്ടുവരും. നമുക്കത് നല്ലോണം കഴിക്കുന്ന ഒരാളെ കൊണ്ടുവരും. നവ്യ ആരെയൊക്കെ കൊണ്ടുവരാം, എന്നിട്ട് നമുക്കത് ഓർഡർ ചെയ്യാം. അപ്പം ഞാൻ കഴിച്ചു നോക്കാം, എന്നിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കഴിക്കാം. ഇപ്പം ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ആവും അല്ലേ? തുപ്പിട്ട് കാര്യമില്ല, ആ സാധനം ഫുള്ള് വേസ്റ്റ് ആവില്ലേ? അപ്പം ആരും കഴിക്കില്ലല്ലോ. അപ്പോൾ കഴിക്കുന്ന ഒരാളെ കൊണ്ടുവന്നാൽ വേണ്ടെങ്കിൽ അവരെ കൊണ്ട് കഴിക്കില്ലല്ലോ. ആരെയും കൊണ്ടുവരാം, കഴിക്കും. നല്ല സാധനം എന്ന് പറഞ്ഞാൽ മതി. ജയന്തിനും സുമിത്തിനൊക്കെ കൊണ്ടുവരാം. നല്ല സാധനം അവന്മാർക്ക് അറിയാം. അറിയാത്ത ആരെങ്കിലും കൊണ്ടുവരണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. അങ്ങനെ സൂഷി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. നമ്മുടെ കൂടെ അടുത്ത പ്രാവശ്യം വരുവാണെങ്കിൽ നമുക്ക് സൂഷി നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരുടെ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ അവരെയും കൂടെ വിളിച്ചിട്ട് വരാം. എന്നിട്ട് ഇവന്റ് ഡെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് വാങ്ങിക്കൊടുക്കും. ഡെയറിന് വേണ്ടി നീ പറഞ്ഞാലേ കഴിക്കുള്ളൂ. നീ കഴിച്ചാൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഇവ കഴിച്ചില്ലെങ്കിൽ ഇവ വാങ്ങിച്ചു കൊടുക്കും. അതാണ് ഡെയർ. മ്യൂസിക് ഉണ്ടല്ലോ, നമ്മളെ കാമായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നിയിട്ട് മറ്റേ ചൈനയിലൊക്കെ പോയ പോലെ. യൂഷ്വലി നമ്മളെ റെസ്റ്റോറൻറ്റ്സിനൊക്കെ എങ്ങനെ അറിയോ, മറ്റേ ഡപ്പങ്ങൂത്ത് പാട്ട് പോലെ നമ്മളെ പെട്ടെന്ന് ഫുഡ് കഴിച്ച് എണീറ്റ് പോവാൻ ട്രെൻഡിങ് സോങ്സ് ആയിരിക്കും. ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ തോന്നും. ആ ഒരു മൂഡിലിരിക്കുന്നില്ലേ, കൊള്ളാല്ലേ? നമ്മള് ചൈനീസ് മൂവീസ് ഒക്കെ കാണുമ്പോ കിട്ടുന്നൊരു ആ മൂഡിൽ നമ്മൾ തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ലൈറ്റ്സ് കുറച്ച് കൂടുതലാ. വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അവര്. അതെ, അവിടുന്ന് കൊണ്ടുവന്ന പോയെ. ഇവിടെ നിന്ന് വല്ല വാങ്ങിയതായിരിക്കും. ഡ്രാഗൺ അതും കൂടെ വെക്കായിരുന്നല്ലേ ചൈനയില്. ഡ്രാഗൺ നമ്മളെ സൂപ്പ് വന്നിട്ടുണ്ട്. സൂപ്പ് വന്നിട്ടുണ്ട്. വോൺടോൺ സൂപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് വോൺടോൺ. ഇതാണ് വോൺടോൺ. സൂപ്പിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. നല്ല പുക പോകുന്നുണ്ടല്ലോ. ചൂടായിരിക്കും. അല്ല, നമ്മുടെ ഹോട്ടൽ ചോറ് ചിക്കൻ സൂപ്പ് കുടിക്കില്ലേ, അതുപോലെ തന്നെ ഉണ്ട്. ഒരു വ്യത്യാസമില്ല. ഈ വോൺടോന് ചിലപ്പോ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. അതിപ്പോ വയലുണ്ട്, നീ തീരും. പിന്നെ സൺറൈസ് അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് കുറച്ച് പുള്ളിയാലും കുഴപ്പമില്ല, താഴേക്ക് ഇറങ്ങി നടന്നാ മതി. എന്നാ നീ ഹാഫ് ആക്കത് ഏറ്റല്ലോ. എല്ലുണ്ട പോലെ ഇല്ലേ? എനിക്ക് ആ ടേസ്റ്റ് ആണല്ലോ കിട്ടിയത്. ചിക്കന്റെ ഫില്ലിംഗ് ആ.
എന്തോ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയണേ. എനിക്ക് വേറെ എന്തോ ഒരു ടേസ്റ്റാണ് കിട്ടിയത്, ചിക്കൻ്റെ ഒരു ടേസ്റ്റും കിട്ടിയിട്ടില്ല. ചിക്കൻ ഉണ്ട് പക്ഷെ മസാല കുറവാണ്. കുഴപ്പമില്ല, നല്ല ഒരു വെറൈറ്റി ഒരു സാധനം. ഒന്നുകൂടെ ഉണ്ട്, 2 ഉണ്ട്. ഈ സൂപ്പ് കുറച്ച് ഹെവിയാണ്. ഇത് കുറച്ച് ഇതിൽ കുറേ വെജീസ് ഉണ്ട്. അതെ, നമ്മൾ വരുമ്പോൾ ഒട്ടും മഴയില്ലായിരുന്നു. ഇന്ന് രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്ന് അകത്തിരുന്നപ്പോൾ ഫുള്ള് പുറത്ത് മഴ. നിങ്ങൾക്ക് ഗ്ലാസ് കൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഈ ഗ്ലാസ്സിൽ ഫുള്ള് മഴയാണ്. Oh no. No. This one don't. ആണോ? മാംഗോയോ? വീട്ടിൽ നല്ല ചൂട് ചോറാക്കിയിട്ട് കറിയൊക്കെ കൂട്ടി കഴിക്കുന്നത്. പച്ചക്കറിയെല്ലാം ചിലപ്പോൾ ശശുവിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇവർ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്ത് തരുവാണ്. നിനക്കറിയോ? ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതിൻ്റെതായ മെത്തേഡിൽ. താങ്ക് യു. അതിൻ്റെതായ മെത്തേഡിൽ എടുത്ത് കഴിക്കുക. വിശപ്പ് മാറാ. ഡൺ. നല്ല എക്സ്പ്രഷൻ ഇട്. എങ്ങനെയുണ്ട്? ആണോ? തായ്ലൻഡിൽ ഇതൊന്നും കഴിക്കാൻ പറ്റാതല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്? കുഴപ്പമില്ല, കഴിച്ചോ. ഇടയ്ക്ക് ഒരു ദിവസമല്ലേ ഇതൊക്കെ കഴിക്കാം. എന്ത്? തായ്ലൻഡിൽ പോയപ്പോൾ നിങ്ങളൊരു സാധനം ട്രൈ ചെയ്തില്ലേ? മാംഗോ സ്റ്റിക്കി റൈസ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നത്? കൊറേ വീഡിയോ, കൊറേ സെലിബ്രിറ്റീസ് പറഞ്ഞ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവര് അവിടെ പോയിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര സീനായിരുന്നു. അതെ, അവിടെ പോയിട്ട് കഴിച്ചപ്പോ അറിഞ്ഞത് ഇതുപോലത്തെ ഒരു ഊള സാധനം. ഓഹോ, റൈസ് ഒക്കെ എങ്ങനെ ഇതിന്റെ അകത്ത് എടുക്കുന്നാവോ? നമ്മൾ അതുകൊണ്ട് ഇത് കഴിക്കുന്നത് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തീരും. ഇത് എപ്പോ എടുത്തിട്ട് എപ്പോ കഴിച്ച് തീർക്കാനാ ഇങ്ങനെ എടുത്തിട്ട്? യെസ്, നോക്കി നോക്കി കഴിക്കുന്നവരുണ്ടാവും. അതെ, കയ്യും വേനെടുക്കും. എനിക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കണോ? വേണ്ടേ? ഫുള്ളായോ? കഴിച്ചത് എങ്ങനെ പുറത്തേക്ക് കളയണമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഏതോ ഒരു ഫ്ലേവർ നമുക്ക് പുറത്തേക്ക് വരുന്ന പോലെ ഒരു ഫീൽ ഒക്കെ. ഇതിനേക്കാളും കൂടുതലായിരുന്നു. ഇത് ശരിക്കും കൊറിയനാ ഇപ്പൊ ഓർഡർ ചെയ്തത്. തായിലൊരു വിയേർഡ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം ഇതിലുണ്ട്. എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത, എനിക്കും അത്ര ഇഷ്ടമില്ലാത്തൊരു സാധനം, ഒരു ഫ്ലേവർ തോന്നുന്നു. മധുരമാണ് കൂടുതൽ. നമ്മളത് പുറത്തേക്ക് മധുരം കൂടുതൽ കഴിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു ഫീൽ. നമ്മൾ മിക്സ് ചെയ്യാത്ത കുറെ ഫ്ലേവേഴ്സ് ഒന്നിച്ച് മിക്സ് ചെയ്തോണ്ടാണോ?
കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞോളൂ പട്ടായ ഒന്നും കൂടെ പോണം. ഇപ്പൊ നമുക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഇല്ലേ? അതെനിക്ക് തോന്നിയായിരുന്നു. അതെന്താ അങ്ങനെ? ഇതോടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് കൊറിയൻ പറ്റില്ല. അതെ, നമുക്ക് മര്യാദക്ക് വെള്ളം കുടിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ഇത്രയും കാശ് കൊടുത്ത് ഈ സാധനം വാങ്ങിയിട്ട് വെള്ളത്തിനാണ് ടേസ്റ്റ്. ആ സൂപ്പും കുടിച്ച് മിണ്ടാതെ പോയാൽ മതിയായിരുന്നു. എന്നിട്ട് സാധനം തീർന്നില്ല. ബാക്കി നമ്മൾ ഒന്നേ വാങ്ങിയിട്ടുള്ളൂ. അത് നമ്മൾ പകുതി കഴിച്ചിട്ടുള്ളൂ. ഇനി വേറെ ഒന്നും വാങ്ങാനുള്ള പ്ലാനും ഇല്ല. ഇനി വാങ്ങിയാൽ എന്തായാലും ഉറപ്പായിട്ട് ഇവിടുന്ന് ഞാൻ വളർത്തും. ചുമ്മാ ഇതില് സൂഷിയൊക്കെ കഴിക്കാൻ പറഞ്ഞ പ്രാന്തായാലും. സൂഷിയൊക്കെ കഴിക്കണേണ്ടല്ലോ, അത് നല്ലോണം കഴിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മേ ബി നമുക്ക് വായിൽ. അതാ ഞാൻ പറഞ്ഞു, കഴിക്കുന്ന ഒരാളെ കൊണ്ടുവരണം. എന്നിട്ട് വേണം കഴിച്ചിട്ട് നമുക്ക് പോവാൻ. അല്ലെങ്കിൽ അത് കളയണ്ടേ, ഇത് കളയുന്ന പോലെ അതും കളയും. ഇതിൽ ഏറ്റവും കുറച്ച് വെള്ളം കൂടെ കിട്ടും. ഭയങ്കര ടേസ്റ്റ്. ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഗൈസ് ഈ വെള്ളം. നമ്മൾ ചോപ്സ്റ്റിക്സിൽ വരുമ്പോൾ എല്ലാവരും വെള്ളം കുടിക്കും. കൊറിയൻ കഴിച്ചാൽ പ്രത്യേകിച്ച് ഫുഡ് ആക്കി വെച്ചിട്ട് വരിക, ഇവിടെ വന്ന് നല്ലോണം വെള്ളം കുടിച്ചിട്ട് വീഡിയോ കൊറിയൻ തായ് സാധനങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെള്ളം ശരിക്കും കുടിക്കുക. ചിലർക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് അത്ര ഒരു ഫീല് കിട്ടുന്നില്ല. ഈ സാധനമാണ് ഞങ്ങൾ കുറേ ദിവസം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5-6 ദിവസം. ആഹാ സ്വർഗല്ലേ. പിന്നല്ലേ KFC കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇതെല്ലാം കഴിച്ച് പ്രാന്തായിട്ട് എവിടുന്നേലും നല്ല ഫുഡ് കിട്ടുമെന്ന് നോക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ പട്ടായയിൽ പോയപ്പോൾ KFC കണ്ടത്. ഏത് പട്ടായയിലെ മോള്, പട്ടായ സെൻട്രൽ മോള്. മറ്റെവിടെയോ ഫുക്കറ്റിൽ പോയപ്പോ KFC ഉണ്ടായില്ല. ശരിയാ, പട്ടായയിലെ കഴിച്ചത്. ഫുക്കറ്റില് നമുക്ക് 2 ദിവസം ഇതുപോലത്തെ ഫുക്കറ്റില് മോളില്ല. നമ്മള് ഫുക്കറ്റിൽ ഇതുപോലത്തെ ഈ സ്ട്രീറ്റ് ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നു കൂടുതലും. പിന്നെ നമ്മൾ പട്ടായയിൽ പോയപ്പോഴാണ് മോള് കണ്ടപ്പോഴാണ്. ഫുക്കറ്റിൽ പോയപ്പോ അവിടെ മോളൊന്നുമില്ല. ഫുക്കറ്റിൽ പോയപ്പോൾ മോളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ പട്ടായ പോയപ്പോഴാണ് മോള് കണ്ടത്. 2 ദിവസം നമ്മൾ ആ തായ്ലൻഡിലെ ഫുക്കറ്റിലെ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ട് പ്രാന്തായിരുന്നു അല്ലേ. അത് പട്ടായയിൽ സെൻട്രൽ മോളിൽ പോയപ്പോഴാണ് നമുക്ക് KFC കണ്ടത്. KFC കണ്ടപ്പോൾ എന്തായിരുന്നു സന്തോഷം. ഒരു നല്ല ഫുഡ് കഴിക്കാൻ പോകുന്നവരെ. ഇവിടെയൊക്കെ KFC ഭയങ്കര. പിന്നെ നമ്മൾ 3 നേരം KFC തന്നെ ഇവിടെ ഒരു ജങ്ക് ഫുഡായിട്ട് നമുക്ക് തോന്നിയത്. പക്ഷെ അവിടെ പോയപ്പോ അവിടെ അതാണ് ഒരു നല്ല ഫുഡായിട്ട് തോന്നിയത്. അതെ, KFC 3 നേരം കഴിച്ചിട്ടുണ്ട്. 3 നേരം കഴിച്ചിട്ടുണ്ട്. പിന്നെ KFC മടുത്തു അവിടെ. അവിടെ പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. റൈസോ ചായ കോഫി അങ്ങനെ ഒന്നും. ചായ കോഫി ഒന്നുമില്ല. അതൊക്കെ ഭയങ്കര മിസ് ചെയ്തു. സ്നാക്സ് അങ്ങനത്തെ ഇവിടത്തെ പോലത്തെ ഒന്നുമില്ല. സോ അപ്പൊ നമ്മള് ബില്ല് വന്നിട്ടുണ്ട്. ബില്ല് എമൗണ്ട് എത്രയാന്ന് പറഞ്ഞാൽ bill amount would be like something like 900 something. Yeah. അല്ല, ഒരു 830 ആയിട്ടുണ്ട് ഗൈസ്. Okay. അപ്പൊ നമ്മളിത് ബില്ല് ചെയ്തിട്ട് പോവാം. എന്തായാലും നമ്മളെ വയറ് നിറഞ്ഞിട്ടില്ല, മനസ്സും നിറഞ്ഞിട്ടില്ല. വയറ് ഓക്കെയാണ്, എന്തോ ആയിട്ടുണ്ട്. പക്ഷെ ഇഷ്ടപ്പെട്ട എന്തോ കിട്ടാത്ത പോലെ ഉണ്ട്. എന്റെ ഐഡിയ പോയി മിണ്ടാണ്ടിരിക്കാം. ബാക്കിയുള്ളത് പോയി വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാം. അത്രേ ഉള്ളൂ. എന്നാ പെയ്തിട്ട് ഇറങ്ങാം. ഇതാണ് കാക്കനാടുള്ള ചോപ്സ്റ്റിക്സ്. നമ്മൾ ഇതിൻ്റെ താഴെ ഉണ്ടല്ലേ, താഴെ ഒരു ഡൈനിങ് കൂടെ ഉണ്ട്. നമ്മൾ മുകളിലത്തെ ഡൈനിങ്ങിലാണ് വന്നത്. അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ്. ആംബിയൻസ് എല്ലാം സെറ്റാണ്. ഫുഡ് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, പോവാം. അപ്പോൾ പോവാം. അതെ, നല്ല വയറൊക്കെ നിറഞ്ഞു. നല്ല ഫുഡായിരുന്നു. അതെ, വയറ് നിറഞ്ഞു. പക്ഷെ എന്തോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. റൂമിൽ പോയിട്ട് വല്ല മുട്ട എന്തെങ്കിലും കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കി. അതെ, എന്തായാലും കുഴപ്പമില്ല. ഒരു ജസ്റ്റ് ഒരു ഇടയ്ക്കൊരു ഇങ്ങനത്തെ ഒരു ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. വൺ ടൈം അല്ലേ, ഇനി നമ്മൾ കൂടുതൽ വരില്ലല്ലോ ഇങ്ങോട്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ പോവല്ലേ, ഇനി അടുത്ത് വേറെ എവിടെയെങ്കിലും പോയി ഇതേപോലെ ട്രൈ ചെയ്യാൻ പോയിട്ട് അടുത്ത വ്ളോഗിൽ ഇതേപോലെ കൊണ്ടുവന്നിടാം.
അടുത്ത പാളിപ്പോയ സ്റ്റോറി ആയിട്ട് നമുക്ക് വരാം, ഫുഡ് ബ്ലോഗായിട്ട് വരാം. അപ്പൊ പോവല്ലേ, പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. പോവാം. അപ്പം ബൈ ഗൈസ്.